എല്ലാവർക്കും നമസ്കാരം. വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മൾ രാമായണത്തിൻ്റെ അടുത്ത ഭാഗം ആരംഭിക്കുകയാണ്. ജടായുവിന് ശേഷം എന്ത് സംഭവിച്ചു? ജടായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം രാമലക്ഷ്മണന്മാർ വീണ്ടും സീതയെ തേടി യാത്ര തുടരുകയാണ്. മുന്നിൽ എവിടെയാണ് സീതയുള്ളത് എന്ന് അവർക്ക് അറിയണില്ല. അപ്പോൾ രാവണൻ ഏത് ദിശയിലേക്കാണ് അവളെ കൊണ്ടുപോയതെന്നും വ്യക്തമായിരുന്നില്ല. പക്ഷേ ജടായു അവസാനമായിട്ടൊരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് സീതയെ തെക്കോട്ടാണ് കൊണ്ടുപോയത്, തെക്കു ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് എന്നൊരു സൂചന അവർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തെക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സീതയെ അന്വേഷിച്ച് വനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കടന്നപ്പോഴാണ് അവർ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. അതായത് ഒരു രാക്ഷസനെ കാണുന്നത്. സാധാരണ മനുഷ്യരെ പോലെ തലയും കൈകാലുകളും ഒന്നും ആയിരുന്നില്ല ആ രാക്ഷസൻ്റേത്. ശരീരം വളരെ വലുതായിരുന്നു. പക്ഷേ തലയും കഴുത്തും ഇല്ലാത്തതുപോലെ തോന്നുന്ന അതിൻ്റെ നടുവിൽ വലിയൊരു വായ ഉണ്ടായിരുന്നു, ശരീരത്തിന് നടുവിലായിട്ട് നീണ്ട കൈകളൊക്കെയായി. അവൻ്റെ പേരായിരുന്നു കബന്ധൻ. അങ്ങനെ കബന്ധൻ തൻ്റെ നീണ്ട കൈകൾ കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും പിടികൂടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ രാമലക്ഷ്മണന്മാർ അവൻ്റെ രണ്ട് കൈകളും വെട്ടിമാറ്റി മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് ആ രാക്ഷസൻ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ അവരോട് പറയുന്നത്. അതായത് കബന്ധൻ ജന്മനാ രാക്ഷസനായിരുന്നില്ല. അഹങ്കാരം കൊണ്ടും തെറ്റായ പ്രവൃത്തികൾ കൊണ്ടൊക്കെ അവനൊരു ശാപം ലഭിക്കുകയാണ്. അങ്ങനെയാണ് അവൻ ഈ ഭീകരനായിട്ടുള്ള ഒരു രാക്ഷസ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ രാമൻ്റെ കൈകൾ കൊണ്ട് തൻ്റെ ശരീരം സംസ്കരിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ ഒരു ശാപത്തിൽ നിന്നും അവന് മോചനം ലഭിക്കുകയുള്ളൂ എന്നൊരു വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാമലക്ഷ്മണന്മാർ അവൻ്റെ ശരീരം സംസ്കരിച്ചപ്പോൾ കബന്ധൻ തൻ്റെ ദിവ്യരൂപം പുറത്തെടുത്തിട്ട് വരികയാണ്. അപ്പോൾ അതോടെ സീതയെ കണ്ടെത്താനുള്ള യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട വിവരം രാമന് ലഭിക്കുന്നുണ്ട് കബന്ധനിൽ നിന്ന്. അതായത് പമ്പാ സരസിന് സമീപമുള്ള ഋഷ്യമൂകാചലത്തിൽ, അതായത് ആ പർവ്വതത്തിൽ സുഗ്രീവൻ എന്നൊരു വാനര രാജാവ് കഴിയുന്നുണ്ട്. അവനുമായി സൗഹൃദം സ്ഥാപിച്ചാൽ സീതയെ കണ്ടെത്താൻ സഹായം ലഭിക്കുമെന്നാണ് കബന്ധൻ പറഞ്ഞത്. അപ്പോൾ സീതയെ തേടി നടക്കുന്ന രാമന് ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു വഴിയാണ് ലഭിക്കുന്നത് ഇവിടെ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ രാമായണത്തിൽ പല ഘട്ടങ്ങളിലും രാമൻ്റെ മുന്നിലുള്ള വഴി ആദ്യം അടഞ്ഞതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഓരോ പ്രതിസന്ധിയും കഴിഞ്ഞ് അടുത്ത വഴിയിലേക്ക് നയിക്കുന്ന ഒരാളെ അദ്ദേഹം അപ്പോഴേക്കും കണ്ടുമുട്ടുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് ജടായു ഒരു ദിശ കാണിച്ചു കൊടുത്തു, അതിനുശേഷം കബന്ധൻ വരുന്നു. അങ്ങനെ അടുത്ത ഒരാളിലേക്കുള്ള വഴി കബന്ധനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമുക്ക് മുന്നിൽ വരുന്ന ചില സംഭവങ്ങളെല്ലാം അർത്ഥമില്ലാത്തതൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ പിന്നീടാണ് ഇതേ സംഭവം നമ്മളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ കബന്ധൻ പറഞ്ഞ വഴിയിലൂടെ രാമലക്ഷ്മണന്മാർ മുന്നോട്ട് നീങ്ങാണ്. അങ്ങനെ അവരുടെ യാത്ര അവരെ പമ്പാ സരസിൻ്റെ ആ മനോഹരമായിട്ടുള്ള പ്രദേശത്തേക്ക് എത്തിക്കുകയാണ്. അവിടെയാണെങ്കിലോ ചുറ്റും മരങ്ങളും പൂക്കളും പക്ഷികളും നിറഞ്ഞ ഒരു ശാന്തമായിട്ടുള്ള ഒരു വനപ്രദേശമായിരുന്നു അത്. എന്നാൽ ആ പ്രകൃതി സൗന്ദര്യമൊന്നും രാമൻ്റെ മനസ്സിലുള്ള സീതാവിരഹത്തിൻ്റെ വേദനയൊന്നും മാറ്റിയില്ല. സീതയെ ഓർക്കും തോറും പമ്പയുടെ ഈ സൗന്ദര്യം പോലും അദ്ദേഹത്തിനൊരു ഭാരമായിട്ടാണ് തോന്നിയത്. അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിലേക്കുള്ള വഴി തുറക്കുന്നത്, അതായത് ശബരിയുടെ ആശ്രമത്തിലേക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അടുത്തതായിട്ട് രാമലക്ഷ്മണന്മാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടുമെന്ന്. അങ്ങനെ ഒരാളെയല്ല, രണ്ടുപേരെ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ ഒരാളായിരുന്നു ശബരി. അപ്പോൾ ശബരി ആണെങ്കിൽ വനത്തിൽ താമസിച്ചിരുന്ന ഒരു സാധാരണക്കാരിയായിരുന്നു. അവളുടെ ഗുരുവാണ് മാതംഗ മഹർഷി. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഈ ശബരിയോട് പറയുന്നുണ്ട്, രാമൻ ഒരു ദിവസം ഈ ആശ്രമത്തിൽ എത്തും. ആ ഒരു വാക്കിൽ വിശ്വസിച്ച് അവൾ കാത്തിരിക്കുകയാണ് രാമനെ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഗുരു മരിച്ചതിന് ശേഷവും മറ്റുള്ള ആശ്രമത്തിലുള്ള മറ്റ് മുനിമാരും ശരീരം വിട്ടുപോയി. പക്ഷേ ശബരി മാത്രം അവിടെ തന്നെ തുടർന്നു. ഓരോ ദിവസവും അവൾ ആശ്രമം വൃത്തിയാക്കും, വഴികൾ ഒരുക്കും, പൂക്കൾ ഒരുക്കും, രാമൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്.
പക്ഷേ ആ കാത്തിരിപ്പ് ഒരു ദിവസമോ 2 ദിവസമോ 1 വർഷമോ ഒന്നുമായിരുന്നില്ല. അത് വർഷങ്ങളോളം നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ രാമലക്ഷ്മണന്മാർ ആ ആശ്രമത്തിലെത്താണ്. അപ്പം ശബരിക്ക് അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷം. കാരണം അവൾ കാത്തിരുന്നത് തൻ്റെ ഗുരു പറഞ്ഞു തന്ന ആ ഒരു ഈശ്വര സാന്നിധ്യത്തെയാണ്. രാമനെ കണ്ടപ്പോഴാണെങ്കിലോ അവളുടെ നീണ്ട കാത്തിരിപ്പിന് അർത്ഥം ലഭിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ശബരി എന്നത്തെയും പോലെ പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു. അത് ഓരോന്നായിട്ട് രാമന് കൊടുക്കുകയാണ്. ആദ്യം അവൾ രുചിച്ചു നോക്കി മധുരമുള്ള പഴങ്ങളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് രാമന് കൊടുക്കുന്നത്. ഇവിടെയെല്ലാം ശബരിയുടെ ആ ഒരു ഭക്തി എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശബരി എത്ര വർഷത്തോളം രാമനെ കാത്തിരുന്നു എന്നത് വളരെ പ്രസക്തമാണ്. കാരണം അവൾക്ക് ഒരു കാര്യം നിശ്ചയമായിരുന്നു, രാമൻ വരുമെന്ന കാര്യം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ വരുമെന്നത് മാത്രമായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ കുറേ നാമങ്ങൾ ജപിക്കും, പല പല സത്സംഗങ്ങൾ കേൾക്കും, ആ സമയത്ത് ഒരല്പം ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ മനസ്സിൽ വീണ്ടും ആശങ്കകളും സംശയങ്ങളും നിറയുകയാണ്. യഥാർത്ഥത്തിലുള്ള ഭക്തിയിൽ ഒരിക്കലും നമുക്ക് ഈശ്വരനെ അവിശ്വസിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതായത് യഥാർത്ഥ ഭക്തി ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നല്ലല്ലോ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. പല പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ഭക്തിയും വിശ്വാസവും ആ ഒരു ഉറപ്പും നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിശ്ചയമായിട്ടും ഒരു ദിവസം ലഭിക്കുക ചെയ്യും. അപ്പോൾ ഫലം പെട്ടെന്ന് തന്നെ കിട്ടാതാവുമ്പോൾ ആ വിശ്വാസം അവിടെ അവസാനിപ്പിക്കുക എന്നത് ശരിയല്ല. ഇവിടെ ശബരിയുടെ ഭക്തി അതുകൊണ്ട് തന്നെ ഒരു ഭക്തി എന്ന് പറയുന്നത് വലിയ വലിയ വാക്കുകളൊന്നും പറയുന്നതിലല്ലല്ലോ. കാത്തിരിക്കുന്ന കാലവും മനസ്സിലുള്ള വിശ്വാസവും ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അങ്ങനെ രാമൻ ശബരിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ കാത്തിരിപ്പ് പൂർത്തിയാവുകയാണ്. തൻ്റെ ഗുരുവിൻ്റെ വാക്ക് സത്യമായതായിട്ട് അവൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവളുടെ ജീവിത ലക്ഷ്യവും അവിടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ അവൾ യോഗാഗ്നിയിലൂടെ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ ആത്മസാക്ഷാത്കാരം നേടുകയാണ്. അങ്ങനെ രാമലക്ഷ്മണന്മാർ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അവരുടെ മുന്നിലാണെങ്കിലോ പമ്പാ സരസും അതിനപ്പുറമുള്ള ഋഷ്യമൂക പർവ്വതവും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവരുടെ ജീവിതത്തിലെ അടുത്തൊരു അധ്യായം തുടങ്ങുകയാണ്. അതുവരെ രാമൻ സീതയെ നഷ്ടപ്പെട്ടൊരു ഭർത്താവായിരുന്നുവെങ്കിൽ ഇനി മുതൽ സീതയെ കണ്ടെത്താനുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സഖ്യത്തെ ലഭിക്കാൻ പോവുകയാണ്. അതായത് അദ്ദേഹത്തിന് ഒരു വലിയ ഭക്തനെയും ഒരു സുഹൃത്തിനെയും ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ പമ്പയുടെ തീരത്ത് നിന്നുകൊണ്ട് രാമലക്ഷ്മണന്മാർ നോക്കുമ്പോൾ ദൂരെയായി ഋഷ്യമൂകാചലം കാണാമായിരുന്നു. ആ പർവ്വതത്തിലാണ് സുഗ്രീവൻ തൻ്റെ കുറച്ച് വിശ്വസ്തരായിട്ടുള്ള വാനരന്മാരോടൊപ്പം കഴിയുന്നത്. അപ്പോൾ സുഗ്രീവൻ യഥാർത്ഥത്തിൽ അവിടെ ഒളിച്ചു കഴിയുകയായിരുന്നു. സ്വന്തം സഹോദരനായിട്ടുള്ള ബാലിയുമായി ഉണ്ടായ ഒരു സംഘർഷമാണ് അവനെ അവിടെ എത്തിച്ചത്. അപ്പോൾ സുഗ്രീവൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. എന്നാൽ അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. ശക്തിയിലും ബുദ്ധിയിലും മാത്രമല്ല, വിവേകത്തിലും വിനയത്തിലും ഭക്തിയിലും അതുല്യനായിട്ടുള്ള ഒരാൾ. അപ്പോൾ രാമലക്ഷ്മണന്മാർ പമ്പയുടെ തീരത്തെത്തിയ വിവരം സുഗ്രീവൻ കാണുകയാണ്. അവരുടെ രൂപവും ആയുധങ്ങളൊക്കെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലൊരു സംശയം, ഇനി ബാലി അയച്ച വല്ലവരുമാണോ എന്നൊരു സംശയം തോന്നി. അത് തീർക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഹനുമാൻ സ്വാമിയെ പറഞ്ഞയക്കുകയാണ്. ഇവിടെയാണ് രാമായണത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൗഹൃദങ്ങളിലൊന്ന് ആരംഭിക്കുന്നത്. ഒരു രാജകുമാരനും ഒരു വാനരനും തമ്മിലുള്ള സാധാരണ സൗഹൃദമല്ല അത്. പിന്നീട് രാമൻ്റെ ജീവിതത്തിൽ ഹനുമാൻ എന്ന പേര് തന്നെ ഭക്തിയുടെയും സേവനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമായിട്ട് മാറുകയാണ്. വന്നിരിക്കുന്ന രാമലക്ഷ്മണന്മാർ ആരാണെന്ന് മനസ്സിലാക്കാൻ ഹനുമാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ്.
അപ്പോൾ ഹനുമാൻ അവരുടെ അടുത്ത് എത്തുന്നത് സാധാരണ ഒരു വാനരനെ പോലെ മാത്രമല്ല, അദ്ദേഹത്തിന് രൂപം മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. ആദ്യം ഒരു തപസ്വിയുടെ രൂപത്തിലാണ് അദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും സമീപിക്കുന്നത്. അവരുടെ പെരുമാറ്റവും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർ ശത്രുക്കളല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അവരുടെ യഥാർത്ഥ സ്വഭാവവും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാമൻ ദശരഥൻ്റെ പുത്രനും ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനും പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വനത്തിൽ കഴിയുന്നവനുമാണെന്ന് ഹനുമാൻ സ്വാമി മനസ്സിലാക്കുകയാണ്. സീതയെ രാവണൻ അപഹരിച്ചതും അവളെ അന്വേഷിച്ചാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം അറിയാണ്. അങ്ങനെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഹനുമാന്റെ ബുദ്ധിയും സംസാര ശൈലിയും വിവേകവും എല്ലാം പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്. പിന്നീട് രാമനും സുഗ്രീവനും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിചിത്രമായിട്ടുള്ള സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരാൾ സ്വന്തം രാജ്യവും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അതായത് ശ്രീരാമചന്ദ്രൻ. മറ്റേയാളാണെങ്കിലോ സ്വന്തം രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഭാര്യയെ നഷ്ടപ്പെട്ട് സഹോദരനെ ഭയപ്പെട്ട് ഒരു മലമുകളിൽ ഒളിച്ചു കഴിയുന്നു. അപ്പോൾ ഇരുവരും നഷ്ടപ്പെട്ടതിനെ തേടുന്നവരാണ്. ഒരാൾ സീതയെ തേടുന്നു, മറ്റൊരാൾ തൻ്റെ ഭാര്യയായിട്ടുള്ള രുമയെ നഷ്ടപ്പെട്ടു, രാജാധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദം ഒരു സാധാരണ സൗഹൃദമായിരുന്നില്ല. രണ്ട് ദുഃഖദുരിതങ്ങൾ നേരിടുന്ന വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടി അതൊരു ശക്തിയായി മാറുന്ന അത്തരത്തിലുള്ളൊരു നിമിഷമായിരുന്നു അത്. അങ്ങനെ ഹനുമാന്റെ സാന്നിധ്യത്തിൽ രാമസുഗ്രീവന്മാർ സൗഹൃദത്തിലാവുകയാണ്. അഗ്നിയെ സാക്ഷിയാക്കി അവർ പരസ്പരം സഹായിക്കാമെന്നെല്ലാം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ രാമൻ സുഗ്രീവനെ ബാലിയുടെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് സുഗ്രീവൻ ഉറപ്പ് കൊടുക്കുകയും സുഗ്രീവനാണെങ്കിലോ സീതയെ കണ്ടെത്താൻ തൻ്റെ മുഴുവൻ വാനരസേനയെയും ഉപയോഗിക്കാമെന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ സീതാന്വേഷണത്തിന് ആദ്യമായിട്ട് ഒരു വലിയ സംഘത്തെ ലഭിക്കുകയാണ് രാമന്. എന്നാൽ സുഗ്രീവൻ്റെ കഥയാണെങ്കിലോ അദ്ദേഹം ഒരിക്കൽ കിഷ്കിന്ധയിലെ രാജകുടുംബത്തിലെ അംഗമാണല്ലോ സുഗ്രീവൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനാണ് ബാലി. ഈ ബാലി ആണെങ്കിലോ അസാധാരണ ശക്തിയുള്ള ഒരു വാനരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആരാണോ തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത്, ബാലിയുമായിട്ട് ആരാണോ യുദ്ധത്തിന് ചെല്ലുന്നത്, ആ എതിർഭാഗത്ത് നിൽക്കുന്നയാളുടെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കുമെന്നൊരു വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മായാവി എന്ന ഒരു അസുരൻ ബാലിയെ വെല്ലുവിളിച്ച് കിഷ്കിന്ധയിലേക്ക് വരികയാണ്. അപ്പോൾ ബാലിയാണെങ്കിലോ അവനെ പിന്തുടർന്ന് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. സുഗ്രീവൻ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഭയം പോലെ. അതുകൊണ്ട് കുറേ നേരം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നതാണ് കണ്ടത്. ഇത് കണ്ടതോടെ അദ്ദേഹം ഭയന്നു. ബാലി മരിച്ചു എന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ വലിയൊരു കല്ലെടുത്ത് ഗുഹയുടെ പ്രവേശനം അടയ്ക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കിഷ്കിന്ധയിലേക്ക് മടങ്ങി. അപ്പോൾ രാജ്യം സംരക്ഷിക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം രാജാവുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ബാലി മരിച്ചിരുന്നില്ല. ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ആ ഒരു പ്രവേശന കവാടം അടഞ്ഞു കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ താൻ മരിച്ചെന്ന് കരുതി സുഗ്രീവൻ രാജാവായതെല്ലാം അറിഞ്ഞപ്പോൾ അതിനെ ബാലി കാണുന്നത് ഒരു വഞ്ചനയായിട്ടാണ്. സുഗ്രീവൻ പലതും പറഞ്ഞ് വിശദീകരണം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ബാലി അംഗീകരിക്കുന്നില്ല. മാത്രമല്ല സ്വന്തം സഹോദരനെ ഒരു ശത്രുവായിട്ട് കാണാൻ തുടങ്ങാണ്. അപ്പം സുഗ്രീവന് രാജ്യം നഷ്ടപ്പെട്ടു. അതിലും വലിയൊരു ദുരന്തം എന്തായിരുന്നു? ബാലി സുഗ്രീവൻ്റെ ഭാര്യയായിട്ടുള്ള രുമയെ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അതായത് ഭാര്യയാക്കി രുമയെ സ്വന്തം ഭാര്യയെ പോലെ സ്വീകരിക്കുകയാണ്. അതോടെ സുഗ്രീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഋഷ്യമൂക പർവ്വതത്തിൽ അഭയം തേടുകയാണ്. അപ്പോൾ ഈ ഋഷ്യമൂക പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവിടെ ബാലിക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം ഒരിക്കൽ മാതംഗ മുനിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്തായിട്ട് ഒരു അസുരൻ്റെ ശരീരം ബാലി വലിച്ചെറിയുന്നുണ്ട്. അതിനെ തുടർന്ന് മുനി അദ്ദേഹത്തെ ശപിച്ചിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ബാലിക്ക് പ്രവേശിക്കാൻ ഭയമായിരുന്നു. ഇതുകൊണ്ടാണ് സുഗ്രീവനും ഹനുമാനും ഒക്കെ അവിടെ സുരക്ഷിതരായിട്ട് കഴിയാൻ അവർക്ക് സാധിച്ചത്. അങ്ങനെ സുഗ്രീവൻ തൻ്റെ ഈ ദുഃഖങ്ങളെല്ലാം രാമനോട് പറഞ്ഞ ശേഷം
എന്താണ് സുഗ്രീവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം രാമൻ ഒരു സാധാരണ മനുഷ്യനല്ലേ, ബാലിയെപ്പോലെയുള്ള അതിശക്തനായിട്ടുള്ളൊരു വാനരനെ നേരിടാനുള്ള കഴിവെല്ലാം രാമനുണ്ടായിരിക്കുമോ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സുഗ്രീവൻ ബാലിയുടെ ശക്തിയുടെ തെളിവുകളൊക്കെ രാമന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സുഗ്രീവന് സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ രാമൻ എന്തു ചെയ്തു, അവിടെ 7 ശാലമരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ ഒരൊറ്റ അമ്പുകൊണ്ട് 7 ശാലമരങ്ങളും തുളച്ചു കടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു അമ്പെയ്ത്ത് നടത്തി. ഇത് കണ്ടതോടെ സുഗ്രീവൻ്റെ സംശയം പൂർണ്ണമായിട്ടും മാറുകയാണ്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതായത് ഇതുവരെ സുഗ്രീവൻ ഭയന്ന് ഓടി നടക്കുമായിരുന്നു, അതായത് ബാലിയെ ഭയന്നിട്ട് ഓടി നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് തൻ്റെ മുന്നിൽ തന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് വരികയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയായിരിക്കും അല്ലേ? പ്രശ്നം മാറി തുടങ്ങുന്നത് പ്രശ്നം ഉടനെ ഇല്ലാതാവുമ്പോഴല്ല, അതായത് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് തനിക്ക് സാധിക്കും, അതിലൊരു വഴിയുണ്ട് എന്ന വിശ്വാസം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ സുഗ്രീവൻ്റെ ജീവിതത്തിലും ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിനുശേഷം സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നുണ്ട്. ഇവിടെ രാമൻ്റെ സഹായത്തോടെ തൻ്റെ നഷ്ടപ്പെട്ട രാജ്യം തിരികെ നേടാം എന്നൊരു വിശ്വാസത്തോടെയാണ് അവൻ കിഷ്കിന്ധയിലേക്ക് എത്തുന്നത്. സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ധയുടെ വാതിൽക്കലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിക്കുമ്പോൾ താരയുടെ മനസ്സിൽ വലിയ ആശങ്കയാണ് ഉണ്ടാവുന്നത്. അതായത് സുഗ്രീവൻ മുമ്പ് ബാലിയോട് ഏറ്റുമുട്ടി തോറ്റുപോയിട്ടുള്ള ആളാണ്. പക്ഷേ ഇത്തവണത്തെ അവൻ്റെ ആത്മവിശ്വാസം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാമൻ്റെ ശക്തിയുണ്ടെന്ന് താര മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് വരുന്നത് അതൊരു അസാധാരണ കാര്യമാണെന്ന് അവൾ ബാലിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ്റെ ഈ ധൈര്യത്തിൻ്റെ പിന്നിൽ ശക്തനായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും എന്നായിരുന്നു താരയുടെ സംശയം. അപ്പോൾ രാമലക്ഷ്മണന്മാർ കിഷ്കിന്ധയുടെ സമീപം എത്തിയിരിക്കുമെന്നും രാമനാണെങ്കിലോ സുഗ്രീവന് നൽകിയ വാഗ്ദാനം ഇതൊക്കെ അവൾ ചാരന്മാർ വഴിയൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ സുഗ്രീവനുമായിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് അപകടകരമാണെന്ന് അവൾ ബാലിയോട് ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സ്വന്തം ശക്തിയിലും വിജയങ്ങളിലൊക്കെയുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ബാലിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ താരയുടെ മുന്നറിയിപ്പ് അത്ര ഗൗരവമായിട്ട് അദ്ദേഹം എടുത്തില്ല. അങ്ങനെ അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഇവിടെ താരയുടെ കഥാപാത്രം വളരെ ശ്രദ്ധേയമാണ്. കാരണം അവൾ ബാലിയുടെ ഭാര്യയായിട്ട് മാത്രം കഥയിൽ നിൽക്കുന്ന ഒരാളല്ല. അതായത് സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി അപകടം മുൻകൂട്ടി കാണാൻ കഴിയുന്ന വിവേകമുള്ളൊരു വ്യക്തിയാണ് താര. ബാലിയുടെ ശക്തിയാണെങ്കിൽ താരയ്ക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ രാമൻ്റെ ശക്തിയെയും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ വീരത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ ശാന്തമായിട്ട് വിലയിരുത്താൻ കഴിവുള്ളവളായിരുന്നു താര. പക്ഷെ ചിലപ്പോഴൊക്കെ സ്വന്തം ശക്തിയിലുള്ള ആത്മവിശ്വാസം കൊണ്ട്, അമിതമായിട്ടുള്ള വിശ്വാസം കൊണ്ട് മനുഷ്യൻ പല നല്ല ഉപദേശങ്ങളും കേൾക്കാൻ കൂട്ടാക്കാതെയാവും. ബാലിയുടെ കാര്യത്തിലും ഇവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ബാലി പുറത്തേക്ക് വന്നതോടെ വീണ്ടും സഹോദരന്മാർ തമ്മിൽ യുദ്ധം തുടങ്ങി. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ രാമന് വലിയൊരു സംശയം, അതായത് വലിയൊരു പ്രശ്നം നേരിട്ടു. കാരണം ബാലിയും സുഗ്രീവനും രൂപത്തിലും ശരീരത്തിലും വളരെയേറെ സാമ്യമുള്ളവരായിരുന്നു. അതായത് ഇരുവരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാണ് ബാലിയെന്നും ആരാണ് സുഗ്രീവനെന്നും രാമന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ ഏറ്റുമുട്ടലിൽ രാമൻ അമ്പെയ്തില്ല. കാരണം ബാലിയുടെ ഒരു ആക്രമണത്തിൽ സുഗ്രീവൻ പരാജയപ്പെട്ട്, അതായത് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിൽ സുഗ്രീവൻ പരാജയപ്പെട്ട് വീണ്ടും രാമൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. അപ്പോൾ സുഗ്രീവന് വളരെ നിരാശയുണ്ടായി. പക്ഷേ രാമന് തൻ്റെ പിഴവ് മനസ്സിലായി. അടുത്ത തവണ സുഗ്രീവനെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പുഷ്പമാല അണിയിക്കുകയാണ്. വീണ്ടും സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ്. അങ്ങനെ 2 സഹോദരന്മാരും വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ഇത്തവണ രാമന് വ്യക്തമായിട്ട് മനസ്സിലായി ആരാണ് സുഗ്രീവനെന്നും ആരാണ് ബാലിയെന്നും. അങ്ങനെ മരങ്ങളുടെ മറവിൽ നിന്ന് രാമൻ അമ്പെയ്യാണ്. ആ അമ്പ് ബാലിയുടെ ശരീരത്തിൽ തറച്ചു. അതോടെ ആ ശക്തനായ വാനര രാജാവായ ബാലി നിലംപതിക്കാണ്. ഇവിടെ ബാലിവധം രാമായണത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. കാരണം രാമൻ നേരിട്ട് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാതെ മറഞ്ഞു നിന്നാണ് അമ്പെയ്തത്. അപ്പോൾ ബാലിയുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്.
താൻ രാമനോട് നേരിട്ട് യുദ്ധം ചെയ്തിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് തന്നെ ഇவ்விധം വധിച്ചത്? ഈ സംഭവത്തെക്കുറിച്ച് രാമൻ നൽകുന്ന വിശദീകരണവും രാമായണത്തിൽ കാണാൻ സാധിക്കും. അതായത് ബാലി ചെയ്തത് വലിയൊരു അധർമ്മമാണ്. അതായത് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ ബലമായി സ്വന്തമാക്കിയത്, അതുപോലെ രാജധർമ്മം ലംഘിച്ചു, ഇതൊക്കെയാണ് രാമൻ കുറ്റമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം, അതായത് ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ രാജാവല്ലെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു ഇക്ഷ്വാകു വംശത്തിലെ രാജകുമാരനാണ്. അതുകൊണ്ട് തൻ്റെ ധർമ്മം, ഒരു രാജകുമാരൻ എന്ന നിലയിലുള്ള തൻ്റെ ധർമ്മം എന്താണ്, ആ ധർമ്മം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു ധർമ്മബോധത്തെക്കുറിച്ച് ഒരു അതായത് അദ്ദേഹം അത് വിശദാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതേ തെറ്റ് തന്നെയല്ലേ പിന്നീട് സുഗ്രീവൻ ചെയ്തത് എന്നൊരു ചോദ്യം വന്നേക്കാം. അതായത് പിന്നീട് സ്വന്തം സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള താരയെ സുഗ്രീവൻ ഭാര്യയാക്കി സംരക്ഷിക്കുന്നു എന്ന തരത്തിലാണല്ലോ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇവിടെ മറ്റൊരു വ്യത്യാസമുണ്ട്. അതായത് സ്വന്തം സഹോദരൻ അക്കാലത്ത് വാനരന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായ പ്രകാരം ആ രാജ്യത്തെ രാജാവ് മരിക്കുകയാണെങ്കിൽ അവരുടെ ഭാര്യയെയും ആ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അടുത്തതായിട്ട് വരുന്ന രാജാവിനാണ്. അതുകൊണ്ട് സുഗ്രീവൻ ചെയ്തതിൽ തെറ്റില്ല. അതായത് സുഗ്രീവൻ ജീവിച്ചിരിക്കെയാണ് ബാലി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രുമയെ സ്വന്തമാക്കിയത്. അത് തെറ്റാണ്. പക്ഷേ ഇവിടെ ബാലി മരിച്ചതിന് ശേഷം താരയെ സംരക്ഷിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്, സുഗ്രീവൻ ചെയ്തത്. അപ്പോൾ ഇവിടെ അധർമ്മമില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പിന്നീട് രാമൻ ഇതുപോലെ ഒളിയമ്പെയ്ത് കൊന്നു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട്. അതായത് ബാലിക്ക് അദ്ദേഹം ഒരു ശക്തനായിട്ടുള്ളൊരു വാനരനാണ്, അതേസമയം കുറച്ചൊരു അഹങ്കാരിയും അല്ലേ, ദുഷ്ടലാക്കോടെയൊക്കെ പെരുമാറുന്ന ഒരു പ്രകൃതം കൂടിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ എതിരെ നിൽക്കുന്ന ആൾ ആരാണോ അവരുടെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പകുതി ശക്തി ബാലിയെപ്പോലുള്ള ഒരു ദുഷ്ടന് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഭൂമിക്ക് വിനാശകരമായിട്ടേ വരുള്ളൂ. അത്തരത്തിൽ തൻ്റെ ദിവ്യമായിട്ടുള്ള ശക്തികൾ ഇങ്ങനെ ദുഷ്ടനായ ഒരുത്തന് ലഭിക്കരുത് എന്ന ചിന്ത കൂടി ശ്രീരാമചന്ദ്രന് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു അധർമ്മത്തെ കീഴടക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത്. രാമൻ ബാലിയോട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. അതായത് ബാലി സുഗ്രീവനോട് ചെയ്ത അധർമ്മം, അതായത് സുഗ്രീവൻ ജീവനോടെ ഇരിക്കുമ്പോഴും അവൻ്റെ ഭാര്യയായ രുമയെ സ്വന്തം അധികാരത്തിൽ കൊണ്ടുവന്ന് ഗുരുതരമായിട്ടുള്ള ഒരു ധർമ്മലംഘനമാണ് നടത്തിയതെന്ന് രാമൻ പറയുന്നുണ്ട്. സഹോദരൻ്റെ ഭാര്യയെ അങ്ങനെ സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു പ്രവൃത്തിയാണെന്നും അതുകൊണ്ട് രാജാവായ ബാലി തന്നെ ധർമ്മം സംരക്ഷിക്കേണ്ട സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അതിനെ ലംഘിച്ചു. അതാണ് രാമൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. അപ്പോൾ ഒരു രാജാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ രാജപരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുക അത് തൻ്റെ കടമയാണ്. ഇതാണ് രാമൻ പറയുന്നത്. അതുമാത്രമല്ല, ബാലി മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാനൊരു വാനരനല്ലേ, എന്നെ വേട്ടയാടുന്ന മൃഗത്തെപ്പോലെ നീ എന്തിനു മറഞ്ഞു നിന്ന് കൊന്നു എന്ന രീതിയിലൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് രാമൻ പറയുന്നത് താൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് പ്രതികാരം ചെയ്യാൻ വന്നതല്ല, രാജധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ശിക്ഷ നടപ്പാക്കാൻ വന്നതാണ് എന്നാണ്. അതായത് രാമൻ അന്ന് അയോധ്യയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജാവായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ രാജകുമാരനാണല്ലോ. അപ്പോൾ ഭരണാധികാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ധർമ്മലംഘനം ചെയ്തവനെ ശിക്ഷിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് അദ്ദേഹം വിശദാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രാമനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം കാണുന്നതിൽ നിന്നും ഇദ്ദേഹത്തെ മറ്റുള്ള രാമായണങ്ങളിൽ, മറ്റു പല രാമായണങ്ങളിലും ഇദ്ദേഹത്തിനെ, അതായത് ബാലിയുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട്, ബാലിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് രാമൻ്റെ കൈകളാൽ ബാലിക്ക് മരണം സംഭവിച്ചത്. അതായത് ബാലിയുടെ മരണമെന്ന് പറയുന്നത് ഒരു യുദ്ധത്തിലെ പരാജയം മാത്രമല്ല, രാമൻ്റെ കൈകളിലൂടെ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചതായിട്ടും
പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പല പല കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. അങ്ങനെ ബാലി വീണതോടെ താര യുദ്ധഭൂമിയിലെത്താണ്. അവിടെ നിന്ന്, അതായത് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് മുന്നിൽ നിൽക്കുന്ന താര രാമനെയും സുഗ്രീവനെയും അംഗദനെയും ഒക്കെ നേരിടുന്നുണ്ട്. അതിനുശേഷം ബാലി അംഗദനോട് നൽകുന്ന അവസാന ഉപദേശം, രാമൻ്റെ അസ്ത്രമേറ്റിട്ട് നിലത്ത് വീണ് കിടക്കുകയാണല്ലോ. അപ്പോൾ യുദ്ധഭൂമിയിൽ ജീവനറ്റ് പോകുന്ന ഭർത്താവിനെ കണ്ട ആ ഒരു ഭാര്യയുടെ ദുഃഖം എത്രമാത്രം കഠിനമായിരുന്നു, അത് അവൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിരുന്നു. അങ്ങനെ അവൾ അലറി കരഞ്ഞുകൊണ്ട് ബാലിയുടെ അരികിലേക്ക് വീഴാണ്. അപ്പോൾ ഇതുവരെ ശക്തനായിട്ടുള്ള ഒരു വാനര രാജാവായി എല്ലാവരുടെയും മുന്നിൽ നിന്നിരുന്ന ബാലി ഇപ്പോൾ അവശനായി ഒരു അവസാന ശ്വാസത്തിനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചുറ്റും സുഗ്രീവനും അംഗദനും വാനരസേനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് താരയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ബാലി തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ. അതോടൊപ്പം കിഷ്കിന്ധയുടെ രാജാവായിരുന്നു. അപ്പോൾ ഇനി തനിക്ക് രാജാവില്ല, ഭർത്താവില്ല, അംഗദന് പിതാവില്ല. അപ്പോൾ അതുകൊണ്ട് തൻ്റെ മുന്നിലുള്ള ജീവിതം പോലും ശൂന്യമായി പോയതായിട്ടൊക്കെ താരയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ഹനുമാൻ താരയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പലതും പറഞ്ഞ് താരയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ജീവിതവും മരണവും ആരുടെയും കയ്യിൽ പൂർണ്ണമായിട്ട് നിൽക്കണില്ലല്ലോ. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരികയാണ്. അതുമാത്രമല്ല, ആ കർമ്മഫലം അനുഭവിച്ച് തീരുമ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ പോയേ മതിയാകൂ അല്ലേ. അപ്പോൾ ഇതിലും പ്രധാനമായിട്ട് ഹനുമാൻ താരയെ അവളുടെ മുന്നിലുള്ള അടുത്തതായിട്ട് തനിക്കുള്ള കടമകളെക്കുറിച്ച് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനി അംഗദനെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? താരയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ സുഗ്രീവനും അംഗദനും അങ്ങനെ ദുഃഖത്തിൽ തകർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും അവൾക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ താരയുടെ കഥാപാത്രം വളരെ ശക്തിയുള്ളവളാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഭർത്താവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച വളരെ വിവേകമുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ. ഇപ്പോൾ അതേ സ്ത്രീ സ്വന്തം ദുഃഖത്തിനിടയിലും മകനെയും രാജ്യത്തെയും കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയിലെത്താണ്. അപ്പോൾ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ നമ്മളെ തകർക്കുമ്പോഴും അതിനുശേഷം നമ്മളെ കാത്തിരിക്കുന്ന പല ഉത്തരവാദിത്വങ്ങളും നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത് പോലെയായിരുന്നു താരയുടെ അവസ്ഥ. അങ്ങനെ ബാലിയുടെ അവസാന നിമിഷങ്ങൾ വരെയാണ്. ബാലിക്ക് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മുന്നിൽ സുഗ്രീവനെ കണ്ടപ്പോൾ ബാലി അവനോട് സംസാരിക്കുകയാണ്. അതായത് താനിനി ജീവിക്കില്ല, അപ്പോൾ കിഷ്കിന്ധയുടെ ആ ഒരു രാജ്യം അത് സുഗ്രീവൻ ഏറ്റെടുക്കണം എന്ന് ബാലി പറയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും രാജ്യകാര്യങ്ങളെ സംബന്ധിച്ച കാര്യത്തിൽ ബാലി ഒരു പ്രതികാര ബുദ്ധിയോടെയൊന്നും പെരുമാറുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പിന്നീട് ബാലിയുടെ ശ്രദ്ധ തൻ്റെ മകനിലേക്കാണ് തിരിയുന്നത്, അംഗദനിലേക്കാണ് തിരിയുന്നത്. കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആ ബാലനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വേദന തോന്നുകയാണ്. കാരണം തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി അച്ഛനുണ്ടാകില്ലല്ലോ എന്നൊരു വേദന ബാലിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് സുഗ്രീവനോട് ബാലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. അംഗദനെ സ്വന്തം മകനെ പോലെ സംരക്ഷിക്കണം. അതായത് പിതാവില്ലാത്ത അവസ്ഥയിൽ അവനെ ഉപേക്ഷിക്കരുത്. അവൻ്റെ വളർച്ചയും ഭാവിയും ശ്രദ്ധിക്കണമെന്ന് ഭാവി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ ബാലി സുഗ്രീവനോട് ആവശ്യപ്പെടുകയാണ്. അംഗദനോടുള്ള ആ ഒരു ബാലിയുടെ ഉപദേശവും വളരെ പ്രസക്തമാണ് കേട്ടോ. അതായത് ഇനി താനില്ലാതായാൽ സുഗ്രീവനാണ് അവൻ്റെ രാജാവ്. അതുകൊണ്ട് സുഗ്രീവനോട് അമിതമായ അടുപ്പത്തിനോ അമിതമായ അകൽച്ചയിലേക്കോ പോവാൻ പാടില്ല. അതായത് സമതുലിതമായിട്ട് പെരുമാറണം. ഇതാണ് ബാലി പറഞ്ഞു കൊടുക്കുന്നത് മകന്. അതുപോലെ സുഗ്രീവൻ്റെ ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടരുത്, രാജാവിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത്, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് രാജ്യകാര്യങ്ങളിൽ ഇടപെടരുത്, അതേസമയം അതിര് കടന്ന അടുപ്പവും നല്ലതല്ല എന്ന് ബാലി ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ അവസാനത്തെ ഉപദേശം വളരെ അർത്ഥവത്താണ് അല്ലേ. അതായത് അധികാരത്തിനടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അമിതമായിട്ടുള്ള അടുപ്പവും അമിതമായ അകൽച്ചയും ഇത് രണ്ടും അപകടകരമാണ്. സാഹചര്യത്തിനനുസരിച്ചിട്ട് വിവേകത്തോടെ പെരുമാറുകയാണ് വേണ്ടത്. അപ്പോൾ ബാലി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ മകനോട് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്.
ഇതിന് ശേഷം ബാലി തൻ്റെ പിതാവായിട്ടുള്ള ഇന്ദ്രനിൽ നിന്ന് ലഭിച്ചിരുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വർണ്ണമാലയുണ്ട്. അത് സുഗ്രീവന് നൽകാണ്. അതായത് രാജ്യം ഇനി സുഗ്രീവൻ്റേതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് കൈമാറാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ബാലിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ രാമൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല. സുഗ്രീവന് രാജ്യം തിരികെ കിട്ടി, പക്ഷേ രാമന് സീതയെ കിട്ടിയിട്ടില്ല. അപ്പോൾ സുഗ്രീവൻ നൽകിയ വാഗ്ദാനം നിറവേറ്റേണ്ട സമയമാണ് അടുത്തതായിട്ട് വരുന്നത്. അങ്ങനെ ബാലിയുടെ മരണത്തിന് ശേഷം സുഗ്രീവന് കിഷ്കിന്ധ രാജ്യം ലഭിക്കുകയാണ്. അങ്ങനെ അംഗദൻ യുവരാജാവായി. ബാലിയുടെ മരണത്തിൽ നിന്നുള്ള ദുഃഖമൊക്കെ പതുക്കെ മാറിയപ്പോൾ ഏറെ കാലം നഷ്ടപ്പെട്ടിരുന്ന രാജാധികാരവും കൊട്ടാര ജീവിതവും വീണ്ടും സുഗ്രീവൻ്റെ മുന്നിലെത്താണ്. അതിനിടയിലാണെങ്കിലോ മഴക്കാലം തുടങ്ങി. അപ്പോൾ കനത്ത മഴയിൽ സൈന്യത്തെയും കൂട്ടി സീതാന്വേഷണത്തിന് പുറപ്പെടുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കുറച്ചു കാലം കാത്തിരിക്കാമെന്നവർ തീരുമാനിക്കുകയാണ്. പക്ഷേ മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ വന്നില്ല. അതായത് രാജാധികാരം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷവും അതുപോലെ കൊട്ടാരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഒക്കെ അദ്ദേഹത്തെ മത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കടമയിൽ നിന്ന് അദ്ദേഹം പതുക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ രാമൻ തനിക്ക് വേണ്ടി ജീവൻ പോലും അപകടത്തിലാക്കി ബാലിയെ വധിച്ച് രാജ്യം നേടി തന്നു എന്ന കാര്യം പോലും മറന്നു എന്ന അവസ്ഥയിലാണ് സുഗ്രീവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വാൽമീകി ഇവിടെ സുഗ്രീവൻ സ്ത്രീ സുഖത്തിലും മദ്യപാനത്തിലും മുഴുകിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാമനാവട്ടെ സീതയെ നഷ്ടപ്പെട്ട അതേ അവസ്ഥയിലാണ്. സുഗ്രീവന് രാജ്യം ലഭിച്ചെങ്കിലും രാമന് സീതയെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സുഗ്രീവൻ്റെ ഈ മറവിക്ക് വലിയൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം, അതായത് ഒരു ഭാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ രാമൻ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയക്കുകയാണ്. സുഗ്രീവൻ തൻ്റെ വാഗ്ദാനം പാലിക്കേണ്ട സമയമായിരുന്നു അത്, അല്ലേ? അങ്ങനെ ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തുമ്പോൾ അദ്ദേഹം വളരെ ക്രോധാകുലനായിരുന്നു. കാരണം രാമൻ്റെ ദുഃഖം കണ്ട് സഹിക്കവയ്യാതെയാണ് സുഗ്രീവനെ കാണാൻ അദ്ദേഹം വരുന്നത്. അപ്പോൾ കിഷ്കിന്ധയുടെ വാതിൽക്കലെത്തിയ ലക്ഷ്മണൻ്റെ രൂപം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാനരന്മാർ പോലും ഭയപ്പെടുകയാണ്. അപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ സുഗ്രീവൻ ഇപ്പോഴും സുഖജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് ലക്ഷ്മണൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കോപം കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ്. അപ്പോഴാണ് സുഗ്രീവൻ താരയെ ഓർക്കുന്നത്. അതായത് രാമൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ സ്വഭാവത്തിൽ വളരെ ശാന്തനാണ്, ധർമ്മബോധമുള്ളവനാണ്. ഇതൊക്കെ സുഗ്രീവൻ അറിയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കോപത്തിലാണ്. അതുകൊണ്ട് ഇത് ശമിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യയായ വ്യക്തി താരയാണെന്ന് സുഗ്രീവൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ്റെ മുന്നിൽ നേരിട്ട് പോകുന്നതിന് പകരം താരയെയാണ് ആദ്യം അദ്ദേഹം അയക്കുന്നത്. അപ്പോൾ താരയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൾ ലക്ഷ്മണൻ്റെ മുന്നിൽ പോയി, പക്ഷെ അദ്ദേഹത്തിൻ്റെ കോപം ശരിയല്ല എന്നവൾ പറയണില്ല. അതുപോലെ സുഗ്രീവൻ ചെയ്തത് തെറ്റാണ്, അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നില്ല. ആദ്യം ലക്ഷ്മണൻ്റെ കോപത്തിൻ്റെ കാരണം മനസ്സിലാക്കുകയാണ് അവൾ ചെയ്യണത്. അപ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിൽ രാമൻ്റെ വേദനയാണെന്ന് താര മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നവൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുപോലെ ലക്ഷ്മണൻ്റെ കോപത്തിന് പിന്നിലെ കാരണം അംഗീകരിച്ചുകൊണ്ട് തന്നെ സുഗ്രീവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് താര ചെയ്യുന്നത്. ഇവിടെ താരയുടെ വിവേകവും അതുപോലെ സാഹചര്യ ബോധവും അതുപോലെ രാജ്യത്തെ കുറിച്ച് ഓർത്തിട്ടുള്ള അതായത് അവളുടെ ആ ഒരു രാഷ്ട്രീയ ബുദ്ധിയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ താര ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുകയാണ്, സുഗ്രീവൻ രാമനെ മറക്കാൻ ഉദ്ദേശിച്ചല്ല ഇങ്ങനെ പെരുമാറിയത്. ഏറെ കാലം അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല മഴക്കാലമാണ്. പിന്നീട് വന്ന സുഖജീവിതം അദ്ദേഹത്തിനെ കടമയിൽ നിന്ന് അകറ്റി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രാമൻ്റെ കാര്യം ഓർത്ത് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് സുഗ്രീവന് ഒരു അവസരം കൂടി നൽകണമെന്ന് താര ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കോപത്തിലെടുക്കുന്ന തീരുമാനം കൂടുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ താരയുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? അവൾ കോപത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണില്ല, പക്ഷേ അതിന് ശരിയായ ഒരു ദിശ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ലക്ഷ്മണൻ്റെ കോപം തെറ്റല്ലല്ലോ, കാരണം രാമൻ്റെ ദുഃഖം കണ്ടിട്ടാണ് ലക്ഷ്മണൻ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോപം സുഗ്രീവനെ നശിപ്പിക്കുന്നതിലേക്കല്ല, തൻ്റെ കടമ ഓർമ്മിപ്പിക്കുന്നതിലേക്കാണ് മാറേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് താര പറഞ്ഞു കൊടുക്കുകയാണ്.
ഇവിടെ അവസാനം ലക്ഷ്മണൻ്റെ കോപം ശമിക്കുകയും സുഗ്രീവൻ രാമൻ്റെ മുന്നിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സീതയെ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ വാനര സംഘവുമായിട്ട് വരികയാണ്. അങ്ങനെ സുഗ്രീവൻ തൻ്റെ കീഴിലുള്ള വാനര പ്രമുഖരെ എല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് സീതയെ കണ്ടെത്താനുള്ള പ്ലാൻ തയ്യാറാക്കണമല്ലോ. അപ്പോൾ സീതയെ കണ്ടെത്തുക എന്ന് പറയുന്നത് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മാത്രം ദൗത്യമല്ല, കിഷ്കിന്ധയിലെ മുഴുവൻ വാനര സമൂഹത്തിൻ്റെയും ദൗത്യമാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് 4 ദിശകളിലേക്കും, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്ന 4 ദിശകളിലേക്കും വാനര സംഘങ്ങളെ അയക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഓരോ സംഘത്തിനും വ്യത്യസ്ത പ്രദേശങ്ങളായിരുന്നു അന്വേഷിക്കേണ്ടിയിരുന്നത്. അപ്പോൾ മലകളും കാടുകളും നദികളും ഗുഹകളും നഗരങ്ങളും ഒക്കെ കടന്ന് സീതയുടെ ഒരു സൂചന പോലും ലഭിക്കുന്നിടത്തോളം അന്വേഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആജ്ഞ. അപ്പം രാവണനാണെങ്കിലും മായാവിയാണ്, ഏത് രൂപത്തിലും ഏത് സ്ഥലത്തും മറഞ്ഞിരിക്കാം. അതുകൊണ്ട് അന്വേഷണം വളരെ വിപുലമായി തന്നെയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഈ സംഘങ്ങളിൽ ഒന്നിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു. അതായത് തെക്കോട്ട് പോകുന്ന സംഘം. കാരണം സീതയെ രാവണൻ തെക്കോട്ടാണ് കൊണ്ടുപോയതെന്ന് ജടായു അവസാനമായിട്ട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തെക്കൻ ദിശയിലേക്കുള്ള സംഘത്തിന് മുന്നിൽ വലിയ ഉത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സംഘത്തിൻ്റെ നേതൃത്വം അംഗദനായിരുന്നു. കൂടെ ജാമ്പവാനുണ്ട്, അതുപോലെ നളൻ, ഹനുമാൻ, നീലൻ തുടങ്ങിയ ശക്തരായിട്ടും പരിചയസമ്പന്നരൊക്കെ ആയിട്ടുള്ള വാനര പ്രമുഖരുണ്ടായിരുന്നു. രാമനാണെങ്കിലോ ഹനുമാനിൽ ഒരു പ്രത്യേക വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഹനുമാന്റെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും പിന്നീട് അത് എത്ര വലുതാണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ രാമായണത്തിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഘട്ടം ആരംഭിക്കുകയാണ്. രാമൻ ഹനുമാനെ ഒരു ശക്തനായിട്ടുള്ള വാനരനായിട്ട് മാത്രമല്ല കാണുന്നത്, ബുദ്ധിയും ധൈര്യവും വിനയവും വിവേകവും ഒരുമിച്ചുള്ളൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഹനുമാനെ കാണുന്നത്. അപ്പോൾ വലിയൊരു ദൗത്യം വിജയിപ്പിക്കാനായിട്ട് ശരീരത്തിൻ്റെ ശക്തി മാത്രം പോരാ, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. ഹനുമാനിൽ ഈ രണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4 ദിശകളിലേക്കും ഈ പോയ വാനര സംഘത്തിൽ ഈ ഒരു തെക്ക് ഭാഗത്തേക്ക് പോയ വാനര സംഘത്തെ പ്രത്യേകിച്ചും ഹനുമാനിൽ വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ കിഷ്കിന്ധയിൽ നിന്നും പുറപ്പെട്ട ഈ ഒരു യാത്ര ഒരു സാധാരണ തിരച്ചിലായിരുന്നില്ല. രാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും സീതയെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു വിവരവും അവർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും തെക്കൻ സംഘത്തിൻ്റെ യാത്രയും അത്ര എളുപ്പമൊന്നായിരുന്നില്ല. കാരണം അവർ മലകളും കാടുകളും ഒക്കെ കടന്ന് വളരെ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. ഭക്ഷണവും വെള്ളവും ഒക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ സീതയെക്കുറിച്ച് മാത്രം യാതൊരു വിവരവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷയും കുറഞ്ഞു വരികയാണ്. അവസാനം അവരൊരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ തങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തിരച്ചിലിനായിട്ട് നിശ്ചയിച്ചിരുന്ന സമയവും കഴിഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ സുഗ്രീവൻ്റെ അടുത്തേക്ക് വെറും കൈയോടെ തിരിച്ച് മടങ്ങേണ്ടി വരുമോ എന്ന ഭയം ഈ ഒരു വാനര സംഘത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ നിരാശയോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ മുന്നിൽ മറ്റൊരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നത്. അതായത് ഇവരുടെ സംഭാഷണമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ദൂരെ ഒരു വൃദ്ധനായിട്ടുള്ള പക്ഷി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് അവരുടെ എത്തി. അതിനാണെങ്കിലോ ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ചിറകുകൾക്ക് പഴയ ശക്തിയൊന്നുമില്ല. പക്ഷേ അവൻ്റെ പേര് കേട്ടപ്പോൾ ജാമ്പവാനും അംഗദനും അതിശയിച്ചു. അവൻ സമ്പാദിയായിരുന്നു, അതായത് ജടായുവിൻ്റെ സഹോദരൻ. അപ്പോൾ ജടായുവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ സമ്പാദിയുടെ മനസ്സിൽ പഴയ ഓർമ്മകളൊക്കെ വരികയാണ്. അതായത് തൻ്റെ സഹോദരനാണ് ജടായു, അദ്ദേഹം എവിടെയാണെന്നൊക്കെ അവൻ അന്വേഷിക്കുകയാണ്. അവൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വാനരന്മാർ ജടായുവിൻ്റെ ആ ഒരു വീരമരണത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ നിന്നും മനസ്സിലായി ജടായു മരിച്ചു എന്ന്. അപ്പോൾ സീതയെ രക്ഷിക്കാൻ രാവണനോട് പൊരുതി ജടായു ജീവൻ നൽകിയ വാർത്ത അറിഞ്ഞപ്പോൾ സമ്പാദിക്ക് ഒരുപാട് ദുഃഖം തോന്നി. സമ്പാദിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ശക്തമായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലാണ്, പക്ഷേ മുൻപ് സമ്പാദിക്ക് വളരെ ശക്തമായ കാഴ്ചയുണ്ടായിരുന്നു.
അപ്പോൾ ഉയർന്ന സ്ഥാനത്ത് നിന്ന് വളരെ ദൂരെയുള്ള പ്രദേശങ്ങൾ പോലും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ രാവണൻ സീതയെ കൊണ്ടുപോകുന്ന സമയത്തെക്കുറിച്ച് അവനും ചില അറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാനരന്മാർക്ക് വേണ്ടിയിരുന്നതും അതൊക്കെ തന്നെയായിരുന്നുവല്ലോ. സീത എവിടെയാണെന്നുള്ള ഒരു ഉറപ്പുള്ള സൂചന ലഭിക്കുക, ഇതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അങ്ങനെ സമ്പാദി ആ വിവരം നൽകുകയാണ്. അതായത് സീത ലങ്കയിലാണ്. ഇതോടെ മാസങ്ങളായി നീണ്ടു നിന്ന തിരച്ചിലിന് ആദ്യമായിട്ട് വ്യക്തമായ ഒരു ദിശ ലഭിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം വലിയൊരു പ്രശ്നം അവരുടെ മുന്നിൽ വരികയാണ്. സീത ലങ്കയിലാണ് ഉള്ളതെങ്കിൽ അവരുടെ മുന്നിലുള്ളത് വിശാലമായ സമുദ്രമാണ്. ആ സമുദ്രം മറികടക്കണ്ടേ, എങ്കിലല്ലേ ലങ്കയിലെത്താൻ സാധിക്കൂ. അവിടെ നിന്നാണ് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുമ്പോൾ ഒരാൾ മാത്രം തൻ്റെ ഉള്ളിലെ ശക്തി മറന്നുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആരായിരുന്നു അത്? ഹനുമാൻ. അപ്പോൾ ജാംബവാൻ ഹനുമാനെ അവൻ്റെ സ്വന്തം ശക്തി ഓർമ്മിപ്പിക്കാൻ പോവാണ്. അതുവരെ താൻ എന്തെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് മറന്നു പോയിരുന്ന ഹനുമാനിൽ ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ സമ്പാദിയിൽ നിന്ന് സീത ലങ്കയിലാണ് എന്ന വിവരം ലഭിച്ചതോടെ തെക്കൻ ദിശയിലേക്ക് പോയ വാനര സംഘത്തിന് വീണ്ടും പ്രതീക്ഷ വരികയാണ്. പക്ഷേ അവരുടെ മുന്നിൽ ഇപ്പോൾ വലിയൊരു തടസ്സം ഉണ്ടായിരുന്നു. അതാണ് സമുദ്രം, വിശാലമായിട്ടുള്ള സമുദ്രം. അതിനക്കരെയാണ് ലങ്ക. അവിടെയാണ് രാവണൻ സീതയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സമുദ്രം കടന്ന് ലങ്കയിലെത്താൻ ആർക്കാണ് സാധിക്കുക? ഈ ഒരു വലിയ ചോദ്യം അവരുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. അവിടെയാണ് ജാംബവാൻ ഹനുമാന്റെ മറന്നുപോയ ശക്തിയെ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ബാല്യകാലം മുതൽ തന്നെ അസാധാരണമായ ശക്തി ഉണ്ടായിരുന്നു ഹനുമാന്. അതായത് അത്തരം ചില സാഹചര്യങ്ങൾ കാരണം സ്വന്തം കഴിവുകളെക്കുറിച്ച് അദ്ദേഹം മറന്നുപോയിരുന്നു. ചെറുപ്പ കാലഘട്ടത്തിൽ ഹനുമാനാണെങ്കിൽ ഒരു സാധാരണ വാനര ശിശു ആയിരുന്നില്ല. ബാല്യത്തിൽ തന്നെ അസാധാരണമായിട്ടുള്ള ശക്തിയും ചാപല്യവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വായുദേവൻ്റെ പുത്രനാണെന്നാണ് പുരാണങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗം, അതിശയകരമായിട്ടുള്ള ശരീരശക്തി, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബാലനായ ഹനുമാൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ അത് ഒരു പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ആകാശത്തിലേക്ക് ചാടി സൂര്യനെ പിടിക്കാൻ അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോൾ ഇവനൊരു കുഞ്ഞാണല്ലോ, ബാലനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ചാട്ടം സാധാരണ ചാട്ടമൊന്നും ആയിരുന്നില്ല. ആകാശം കടന്ന് സൂര്യനിലേക്ക് എത്തുന്ന തരത്തിലുള്ള അത്ഭുത ശക്തിയായിരുന്നു അവനിലുണ്ടായിരുന്നത്. അന്ന് ദേവേന്ദ്രൻ ഐരാവതത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഹനുമാന്റെ സൂര്യനിലേക്കുള്ള പോക്ക് കണ്ടപ്പോൾ അവനെ തടയാൻ വേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ വജ്രായുധം എടുത്ത് പ്രയോഗിക്കുകയാണ്. അങ്ങനെ ആ പ്രഹരത്തിൽ ഹനുമാൻ സ്വാമി താഴേക്ക് വീഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിക്ക്, അതായത് ഹനുവിന് പരിക്കേറ്റു. അതുകൊണ്ടാണ് അദ്ദേഹം ഹനുമാൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ സ്വന്തം മകൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് വായുദേവൻ വളരെയേറെ ദുഃഖിതനായി. അദ്ദേഹം തൻ്റെ സഞ്ചാരമൊക്കെ നിർത്തിവെച്ച് എന്തു ചെയ്തു? ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വായു ഇല്ലാതെ ആയാൽ എന്ത് സംഭവിക്കും? ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാവുകയാണ്. അപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി സ്ഥിതി ഗുരുതരമാണ്. അവരെല്ലാവരും ചേർന്ന് ഹനുമാന്റെ അടുത്തെത്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവും ഇന്ദ്രനും സൂര്യനും വരുണനും അഗ്നിയും വായുവും അങ്ങനെ ദേവന്മാർ ഹനുമാന് വിവിധ വരങ്ങൾ കൊടുക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ട് എളുപ്പത്തിലൊന്നും അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കാനാവില്ല. അതിനുള്ള ശക്തി കൊടുക്കുകയാണ്. അഗ്നിയിൽ നിന്നുള്ള സംരക്ഷണം, ജലത്തിൽ നിന്നുള്ള സംരക്ഷണം, ദേവന്മാരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ അസാധാരണമായ വേഗം, രൂപം ഇഷ്ടാനുസരണം വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ലഭിക്കുന്ന അങ്ങനെ സാധ്യമാകുന്ന ഒരു കഴിവ്, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ചിരഞ്ജീവിയായി തീരുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി. അങ്ങനെ ഇദ്ദേഹത്തിന് ബാല്യത്തിൽ അമിതമായിട്ടുള്ള വികൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുനിമാരെയൊക്കെ അദ്ദേഹം ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കുസൃതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാന്റെ ശക്തി അവൻ താനെ മറന്നു പോകട്ടെ, ആരെങ്കിലും അവനെ ഓർമ്മിപ്പിക്കുന്നത് വരെ ഈ ശക്തി അവന് മനസ്സിലാകാതിരിക്കട്ടെ എന്ന രീതിയിൽ ഒരു ശാപം കൊടുത്തതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇത്രയുമേറെ ശക്തിയുള്ള ഹനുമാൻ സമുദ്രത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോഴും എനിക്കിത് സാധിക്കുമോ എന്ന അവസ്ഥയിൽ അദ്ദേഹം നോക്കി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തി ഇല്ലാതായിട്ടല്ല, പക്ഷേ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജാംബവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതും ഹനുമാന്റെ ബാല്യവും ജനനവും ശക്തിയുമൊക്കെ ഓർമ്മിപ്പിച്ച് താൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിനക്കുള്ള ശക്തി മറ്റാരിലും ഇല്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല 1000 യോജനയുള്ള ഈ സമുദ്രം കടക്കാനായിട്ട് കഴിയുന്നവൻ നീ മാത്രമാണ് എന്നൊരു ആത്മവിശ്വാസം കൂടി ജാംബവാൻ ഹനുമാനിൽ ഉണർത്തുന്നുണ്ട്. ഇത് കേട്ട ഹനുമാന്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ്. കുറച്ചു നേരം മുമ്പ് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തു നിന്നിരുന്ന ഹനുമാൻ ഇപ്പോൾ തൻ്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിന് ശരീരം വലുതാക്കാൻ സാധിക്കും, ചെറുതാക്കാൻ സാധിക്കും. അതുപോലെ ചിരഞ്ജീവിയാണ്, ചൂടിനെയും ജലത്തെയും എല്ലാം മറികടക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഓരോന്നായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാംബവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തികളെല്ലാം വീണ്ടും ഉണർന്നെഴുന്നേൽക്കുകയാണ്. താൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നൊക്കെ ഹനുമാൻ തിരിച്ചറിയണം. രാമൻ്റെ ദൗത്യം പൂർത്തിയാക്കുക എന്നത് തൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു കടമയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇവിടെയാണ് ഹനുമാൻ്റെ മാറ്റം. അതായത് അത് വളരെ മനോഹരമാണ്. ഇത് കുറച്ച് മുമ്പ് വരെ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആജ്ഞയ്ക്ക് വേണ്ടിയൊക്കെ കാത്തു നിന്നിരുന്ന ഒരു സാധാരണ വാനരനായിരുന്നല്ലോ അദ്ദേഹം. പക്ഷെ ഇപ്പോൾ സ്വന്തം ശക്തിയെ തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം എല്ലാ വാനരന്മാരുടെയും ഒരു പ്രതീക്ഷയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കും അങ്ങനെയാണല്ലേ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പലപ്പോഴും നമുക്ക് തന്നെ അറിയാതെ അവിടെ അങ്ങനെ മൂടി കിടക്കുകയാണ്, അതായത് പൊടി പിടിച്ച് മൂടി കിടക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ വന്നേക്കാം. ഇവിടെ ജാംബവാൻ ഹനുമാനോട് ഇതാണ് ചെയ്തത്. ഇവിടെ ഹനുമാന്റെ പ്രവൃത്തികളെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. അപ്പം രാമൻ്റെ ദൗത്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് തൻ്റെ ശരീരം വളരെ വലുതാക്കാൻ തുടങ്ങി. അപ്പം ചുറ്റുമുണ്ടായിരുന്ന വാനരന്മാർ അദ്ദേഹത്തെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അപ്പം 100 യോജന 1000 യോജന എന്ന് ഞാൻ തെറ്റി പറഞ്ഞതാണ്. 100 യോജന ദൂരമുള്ള സമുദ്രം കടക്കാനുള്ള ശക്തി തൻ്റെ ഉള്ളിലുണ്ടെന്ന് ഹനുമാൻ തിരിച്ചറിയാണ്. തുടർന്ന് രാമനാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് തെക്കോട്ടുള്ള ലങ്കയെ ലക്ഷ്യമാക്കി അദ്ദേഹം ഒരു വലിയ ചാട്ടത്തിന് തയ്യാറാവുകയാണ്. ആ ഒരു പർവ്വതത്തെ കാലുകൊണ്ട് അമർത്തി ചാടിയപ്പോൾ മഹേന്ദ്ര പർവ്വതം തന്നെ കുലുങ്ങിയതായിട്ടാണ് വാൽമീകി പറയുന്നത്. അപ്പം മരങ്ങളിൽ നിന്നൊക്കെയുള്ള പൂക്കൾ താഴേക്ക് വീണു. വനത്തിലെ മൃഗങ്ങളും പക്ഷികളൊക്കെ ഭയന്ന് ചിതറിപ്പോയി. അതായത് ഒരു മഹാശക്തനായ വാനരനായിട്ട് ഹനുമാൻ ആകാശത്തിലേക്ക് ഉയരുകയാണ്. ഇവിടെ താഴെ കടലുണ്ട്, മുന്നിൽ അറിയാത്ത ലങ്കയുണ്ട്. പക്ഷേ മനസ്സിലൊരു ലക്ഷ്യം മാത്രമായിരുന്നു, സീതാദേവിയെ കണ്ടെത്തുക. അങ്ങനെ യാത്രക്കിടയിൽ ആദ്യമായിട്ട് ഹനുമാനെ തടയാൻ വരുന്നത് മൈനാക പർവ്വതമാണ്. അപ്പം സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മൈനാക പർവ്വതം ഉയർന്നു വന്ന് ഹനുമാനോട് കുറച്ച് സമയം വിശ്രമിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാനോട് വളരെ ആദരവോടെയാണ് മൈനാക പർവ്വതം പെരുമാറുന്നത്. പക്ഷേ രാമൻ്റെ ദൗത്യം പൂർത്തിയാക്കാതെ തനിക്ക് വിശ്രമമില്ലെന്ന് ഹനുമാൻ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം മൈനാക പർവ്വതത്തിൻ്റെ സ്നേഹവും അദ്ദേഹം നിരസിക്കുന്നില്ല. അതിനെ സ്പർശിച്ച് ആദരിച്ച ശേഷം യാത്ര തുടരുകയാണ്. ഇവിടെ ഹനുമാന്റെ ലക്ഷ്യബോധവും വിനയവും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം മൈനാക പർവ്വതത്തോട് പറയുന്നുണ്ട്, ഇപ്പോൾ തനിക്ക് തീരെ സമയമില്ല. തൻ്റെ പ്രഭുവിൻ്റെ ആജ്ഞ പാലിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ലങ്കയിലേക്ക് എത്തേണ്ട അത്യാവശ്യമുണ്ട്. തിരിച്ചു വരുന്ന വഴി ഞാൻ തീർച്ചയായും അങ്ങയുടെ ഈ പർവ്വതത്തിന് മേലിരുന്ന് വിശ്രമിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അതിനുശേഷം ദേവന്മാർ ഹനുമാന്റെ ബുദ്ധിയും കഴിവൊക്കെ പരിശോധിക്കാനായിട്ട് സുരസ എന്ന ഒരു ഒരു സ്ത്രീ അയക്കുകയാണ്. അവളാണെങ്കിലോ വലിയൊരു യക്ഷിയെപ്പോലെ പ്രത്യക്ഷപ്പെട്ട് ഹനുമാന്റെ വഴി തടയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ആദ്യമെല്ലാം തൻ്റെ ദൗത്യം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് എന്നിട്ട് വഴി നൽകാനായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സുരസ എന്ന രാക്ഷസി വഴി മാറുന്നില്ല. അവൾ തൻ്റെ വായ വലുതാക്കി ഹനുമാനെ വിഴുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഹനുമാൻ എന്തു ചെയ്തു? തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം സുരസയുടെ വായ വലുതാകുന്നതിനനുസരിച്ചിട്ട് ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കാണ്. അവസാനം സുരസയുടെ വായ വളരെ വലുതായപ്പോൾ ഹനുമാൻ എന്തു ചെയ്തു? പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരം വളരെ ചെറുതാക്കി അവളുടെ വായ്ക്കുള്ളിൽ കയറി ഉടനെ തന്നെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ സ്വന്തം ദൗത്യം തടസ്സപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് ഹനുമാൻ്റെ ആ ഒരു ബുദ്ധി വൈഭവം കൊണ്ട് സാധിക്കുകയാണ്. അപ്പോൾ ശക്തിയേക്കാൾ വലിയ ആയുധം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുന്നില്ലല്ലോ. പിന്നീട് സിംഹിക എന്ന രാക്ഷസി ഹനുമാനെ തടയുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യുന്നതല്ല അവളുടെ രീതി. അതായത് ആകാശത്ത് സഞ്ചരിക്കുന്ന ജീവികളുടെ നിഴൽ പിടിച്ച് അവരുടെ ആ വേഗത കുറയ്ക്കാനുള്ള കഴിവ് സിംഹികയ്ക്ക് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഹനുമാന്റെ നിഴലും അവൾ പിടിച്ചു. പക്ഷേ വേഗം കുറഞ്ഞതോടെ ഹനുമാന് കാര്യം മനസ്സിലായി. അങ്ങനെ അവളെ നേരിട്ട് വധിച്ച് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരാണ്. അപ്പോൾ മൈനാകവും സുരസയും സിംഹികയും അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഹനുമാന്റെ യാത്ര ആരംഭിക്കുന്നത്. അവസാനം ദീർഘമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഹനുമാൻ സമുദ്രത്തിൻ്റെ അക്കരെ എത്താണ്. മുന്നിൽ ലങ്ക. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. സമ്പന്നമായിട്ടുള്ളൊരു നഗരമാണ് ലങ്ക. പക്ഷേ ആ സൗന്ദര്യത്തിനുള്ളിൽ എവിടെയോ സീതയുടെ ഒരു തേങ്ങലുണ്ടായിരുന്നു. ഹനുമാൻ തൻ്റെ വലിയ രൂപം ഉപേക്ഷിച്ച് വളരെ ചെറിയൊരു രൂപത്തിലേക്ക് മാറുകയാണ്. ഇനി അദ്ദേഹത്തിന് വേണ്ടത് ശക്തി കൊണ്ട് ലങ്കയെ കീഴടക്കല്ല, ആരും അറിയാതെ നഗരത്തിൽ പ്രവേശിച്ച് സീതാദേവിയെ കണ്ടെത്തുകയാണ്. ഇവിടെ നിന്നാണ് മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നത്. അതായത് ഹനുമാൻ ലങ്കയുടെ മതിലുകളും കൊട്ടാരങ്ങളും കാവൽക്കാരെയും ഒക്കെ അതൊക്കെ പരിശോധിച്ച് നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ രാവണൻ്റെ കൊട്ടാരം മുതൽ വിവിധ അന്തഃപുരങ്ങൾ വരെ അന്വേഷിച്ച ശേഷമാണ് അവസാനം അശോകവനിയിൽ സീതയെ കണ്ടെത്തുന്നത്. പക്ഷേ സീതയെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഹനുമാൻ ആദ്യം കാണാൻ പോകുന്നത് രാവണൻ്റെ സമ്പന്നമായിട്ടുള്ള ലങ്കയാണ്. ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുഃഖിതയായ ഒരു സ്ത്രീയെയാണ് ഹനുമാൻ സ്വാമി തിരയുന്നത്. പക്ഷേ എല്ലായിടത്തും ഒരുപാട് സ്ത്രീകളെ ഈ രാവണൻ അന്തപുരത്തിൽ പാർപ്പിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും മുഖത്ത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ആ ഒരു ദുഃഖം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരാരും സീതയല്ല എന്ന ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഒരു അന്തപുരത്തിൽ ഉറങ്ങുന്ന ഒരു സ്ത്രീയെ കണ്ട് അദ്ദേഹം സംശയിച്ച് നിൽക്കുന്നുണ്ട്, ഇത് സീതയാണോ എന്ന്. പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ അത് കാണാൻ സാധിക്കും. സത്യത്തിൽ അത് മണ്ഡോദരിയായിരുന്നു. മണ്ഡോദരിയെ സീതയാണെന്ന് ഹനുമാൻ സ്വാമി സംശയിക്കുന്ന ഒരു രംഗവും നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഹനുമാൻ സ്വാമി ലങ്കയിലെത്തുമ്പോൾ ആദ്യമായിട്ട് ലങ്കയുടെ പ്രവേശന കവാടത്തിൽ ലങ്കിനി എന്ന കാവൽക്കാരി അദ്ദേഹത്തെ തടയുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ അവളെ നേരിടുന്നുണ്ട്. അവിടെ വലിയൊരു യുദ്ധത്തിലേക്കൊന്നും പോവാതെ ആവശ്യമായത്ര ശക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവളെ കീഴടക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രഹരത്തിന് ശേഷം ലങ്കിണിക്ക് ഒരു പഴയ പ്രവചനം ഓർമ്മ വരികയാണ്. അതായത് ഒരിക്കൽ ഒരു വാനരൻ തന്നെ തോൽപ്പിക്കുന്ന ദിവസം ലങ്കയുടെ നാശം അടുത്തു എന്ന ആ ഒരു പ്രവചനം അവർക്ക് ഓർമ്മ വരികയാണ്. അതോടെ ഹനുമാന്റെ വരവ് സാധാരണമായിട്ടുള്ളൊരു സംഭവമല്ലെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഹനുമാൻ ലങ്കയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ രാത്രിയുടെ മറവിൽ അദ്ദേഹം ലങ്കയിലെ ഓരോ ഭാഗവും വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുകയാണ്. വീടുകളും കൊട്ടാരങ്ങളും ഉദ്യാനങ്ങളും കാവൽക്കാരുടെ സ്ഥാനങ്ങൾ അങ്ങനെ ഒന്നും വിട്ടില്ല. അദ്ദേഹം രാവണൻ്റെ കൊട്ടാരത്തിലകത്തേക്കും കയറുന്നുണ്ട്. അവിടെ കണ്ട സമ്പത്തും ആഡംബരമൊക്കെ അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ ഹനുമാന്റെ മനസ്സിൽ അതൊന്നും വലിയ കാര്യമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സീതാദേവിയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ രാവണൻ്റെ അന്തഃപുരങ്ങളിൽ പല മന്ദിരങ്ങളിലൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അവിടെയെല്ലാം അനേകം സ്ത്രീകളെ അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷേ അവരിലൊന്നും സീത ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പിന്നീട് ഒരിടത്ത് മണ്ഡോദരിയെ കണ്ടപ്പോൾ ഒരു നിമിഷം സീതയാണോ എന്ന് ഹനുമാൻ സംശയം തോന്നുന്നുണ്ട്. പിന്നീട് ആ രൂപവും സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ അത് സീതയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഹനുമാന്റെ വിവേചന ബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടതെല്ലാം സീതയെന്ന് കരുതാതെ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ സമയം കടന്നു പോവുകയാണ്. സീതയെ എവിടെയും കാണാനില്ല. ഒരു ഘട്ടത്തിൽ ഹനുമാന്റെ മനസ്സിൽ വലിയ സങ്കടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും ദൂരം ചാടിക്കടന്ന് വന്നിട്ടും സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? രാമനോട് എന്താണ് പറയാം? സുഗ്രീവനോട് എന്ത് പറയും? അങ്ങനെ സീതയെ കണ്ടെത്താതെ മടങ്ങുന്നത് തൻ്റെ ദൗത്യത്തിൻ്റെ പരാജയമായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. പക്ഷേ ഹനുമാൻ ഇവിടെ തളർന്നു നിൽക്കുന്നില്ല. ഇവിടെ കാണുന്നില്ലെങ്കിൽ മറ്റൊരിടത്ത് അന്വേഷിക്കണം. അങ്ങനെയുള്ള ഒരു ഉറച്ച മനസ്സോടെ വീണ്ടും വീണ്ടും അദ്ദേഹം തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അശോകവനിയിലേക്ക് തിരിയുകയാണ്. അപ്പോൾ അശോകവനി എന്നത് വളരെ മനോഹരമാണ്. പൂക്കളും മരങ്ങളും പക്ഷികളും ഒക്കെ നിറഞ്ഞ ആ ഒരു ഉദ്യാനം പുറത്ത് നിന്ന് നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഇടം പോലെയൊക്കെ തോന്നും. പക്ഷേ അവിടെ സീത വളരെ ദുഃഖത്തിലാണ് കഴിയുന്നത്. അങ്ങനെ ഹനുമാൻ അവിടെ പ്രവേശിച്ച് ഓരോ ഭാഗവും ശ്രദ്ധയോടെ പരിശോധിച്ച് ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പൂക്കളാൽ നിറഞ്ഞ മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങൾ. അപ്പം ഇതിൻ്റെ ഈ സൗന്ദര്യത്തിനൊക്കെ ഇടയിലാണ് സീതയുടെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മുഖം അദ്ദേഹം കാണുന്നത്. അങ്ങനെ ഹനുമാൻ സ്വാമി സീതയെ കാണുകയാണ്. ഇത് ഹനുമാന്റെ യാത്രയിലെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടെ സീത രാജകീയ വേഷത്തിലോ ആഭരണങ്ങളൊക്കെ ധരിച്ചുള്ള ഒരു സ്ത്രീ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നീണ്ട ദുഃഖവും ഉപവാസവും കാരണം ശരീരം വളരെ ക്ഷീണിച്ചിരുന്നു. വസ്ത്രങ്ങളെല്ലാം മലിനമായിരുന്നു. ചുറ്റും രാക്ഷസ സ്ത്രീകളാണ്. മുഖത്ത് വലിയ ദുഃഖം കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെടുവീർപ്പിടുന്നത് കാണാം. എന്നാൽ ആ ദുഃഖത്തിനിടയിലും അവളുടെ മനസ്സിൽ രാമനോടുള്ള വിശ്വാസം മുറിഞ്ഞിരുന്നില്ല. അങ്ങനെ വാൽമീകി സീതയുടെ അവസ്ഥയെ മേഘം മൂടിയ ചന്ദ്രനോടും പുക മൂടിയ അഗ്നിയോടൊക്കെ ഉപമിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ദൂരം അദ്ദേഹം ഹനുമാൻ സ്വാമി വന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ. രാമൻ്റെ ദുഃഖത്തിന് ഇപ്പോൾ ഒരു പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ്. സുഗ്രീവൻ്റെ വാനരസേനയ്ക്ക് ഇനി കൃത്യമായിട്ടുള്ള വിവരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം. അതിനേക്കാൾ പ്രധാനമായി സീതയെ കണ്ടെത്താൻ കഴിയില്ലെന്ന ഭയം ഹനുമാനിൽ നിന്ന് മാറിക്കിട്ടുകയും ചെയ്തു. ഇവിടെ ഹനുമാൻ ഉടനെ തന്നെ സീതയുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നില്ല. അദ്ദേഹം മരത്തിൻ്റെ മുകളിൽ തന്നെ ഒളിച്ചിരുന്ന സ്ഥിതിഗതികളെല്ലാം നിരീക്ഷിക്കുകയാണ്. കാരണം സീത ഇപ്പോൾ അതീവ ദുഃഖത്തിലാണ്. അപ്രതീക്ഷിതമായിട്ടൊരു വാനരൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവൾക്ക് സംശയം തോന്നാം. അതുകൊണ്ട് ആദ്യം രാമൻ്റെ കഥയും രാമൻ്റെ മഹത്വവും പതുക്കെ പറഞ്ഞ് സീതയുടെ വിശ്വാസം നേടുക, ആ ഒരു വഴിയാണ് ഹനുമാൻ സ്വാമി സ്വീകരിച്ചത്. ഇവിടെ ഹനുമാന്റെ ഭക്തിയുടെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. രാമന് വേണ്ടി അദ്ദേഹം സമുദ്രം കടന്നു, ലങ്ക മുഴുവൻ തിരഞ്ഞു, അങ്ങനെ രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വരെ കയറി. എന്നാൽ സീതയുടെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ശക്തി കാണിക്കുന്നില്ല. വളരെ വിനയത്തോടെ ക്ഷമയോടെ അവളുടെ മനസ്സിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം ഹനുമാൻ രാമൻ്റെ കഥ സീത കേൾക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സീതയ്ക്ക് സംശയമൊക്കെ മാറി. കാരണം ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ രാവണൻ മായാവിയാണല്ലോ, പല വേഷങ്ങളിൽ എത്താമല്ലോ. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ സീത വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് രാമൻ്റെ കഥ കേട്ടപ്പോൾ സീതയ്ക്ക് കുറേശ്ശെ സംശയമൊക്കെ മാറി തുടങ്ങി. ഒടുവിൽ രാമൻ നൽകിയ മുദ്രമോതിരം സീതയ്ക്ക് കാണിക്കുമ്പോൾ ആ നിമിഷം രാമനിൽ നിന്നുള്ള സന്ദേശമാണിതെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഇവിടെ ഹനുമാൻ എന്ന് പറയുന്നത് ഒരു ദൂതൻ മാത്രമല്ല, രാമൻ്റെയും സീതയുടെയും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായിട്ട് മാറുകയാണ് ഹനുമാൻ സ്വാമി. ഇനി ഈ കൂടിക്കാഴ്ചയിൽ സീത ഹനുമാനോട് പറയുന്ന കാര്യങ്ങളുണ്ട്. രാമനെക്കുറിച്ചുള്ള അവളുടെ ഓർമ്മകൾ, അതുപോലെ ഹനുമാൻ അവളെ ഉടൻ തന്നെ ലങ്കയിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പോലും സീത അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഒടുവിൽ അവൾ ഹനുമാനെ തൻ്റെ ചൂടാമണിയും സന്ദേശവും ഒക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമി സീതയെ അവസാനം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി സീതാദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഹനുമാന്റെ മനസ്സിൽ ഒരു ചിന്ത കൂടി ഉണ്ടാവുകയാണ്. ഇത്രയും ദുഃഖിതയായി കഴിയുന്ന സീതയെ ഇനിയും ഇവിടെ വിട്ടിട്ട് മടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് സീതയെ ഉടൻ തന്നെ തൻ്റെ പുറത്ത് കയറ്റി സമുദ്രം കടന്ന് രാമൻ്റെ അടുത്തെത്തിക്കാമെന്ന് ഹനുമാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് അതിനുള്ള ശക്തിയുണ്ടെന്നും ആവശ്യമെങ്കിൽ ലങ്കയെപ്പോലും ചുമന്നുകൊണ്ട് കടൽ കടക്കാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം വളരെ ഉറപ്പോടെ പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ സീതയ്ക്ക് ഒരു നിമിഷം വലിയ സന്തോഷമൊക്കെ തോന്നി.
ഇത്രയും കാലം കാത്തിരുന്ന രാമൻ്റെ ദൂതൻ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാമൻ തന്നെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെന്ന് ഹനുമാനിൽ നിന്ന് തന്നെ സീത കേൾക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ തന്നെ രാമൻ്റെ അടുത്തെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും സീതയുടെ മുന്നിലെത്താണ്. പക്ഷേ ആ സന്തോഷത്തിനിടയിലും സീത വളരെ ആലോചിച്ചാണ് മറുപടി നൽകുന്നത്. ഹനുമാൻ എത്ര ശക്തനാണെന്ന് സീതയ്ക്ക് ലെവലേശം സംശയം ഉണ്ടായിരുന്നില്ല. സമുദ്രം കടന്ന് ലങ്കയിലെത്തിയ ഒരാൾക്ക് തന്നെ തിരികെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു. തന്നെ ഒളിച്ചുകൊണ്ട് ഹനുമാൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് അത് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. രാമൻ തന്നെ ലങ്കയിലെത്തി രാവണനെ പരാജയപ്പെടുത്തി തന്നെ തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് സീത കാത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നീതിയുക്തമെന്നാണ്, അതിലൂടെയാണ് രാമൻ്റെ മഹത്വം വളരുന്നത് എന്നൊക്കെയാണ് സീത മനസ്സിലാക്കിയത്. അപ്പോൾ രാമൻ തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്ന ഒരാളായിട്ട് മാത്രമല്ല അവൾ കാണുന്നത്. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജകുമാരനാണ് രാമൻ. അതുകൊണ്ട് രാവണൻ്റെ അധർമ്മത്തിന് ശരിയായ മറുപടി രാമൻ്റെ കൈകളിലൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് അവളുടെ ഒരു ശക്തമായിട്ടുള്ള നിലപാട് തന്നെയായിരുന്നു. അപ്പോൾ തൻ്റെ പതിവ്രത ധർമ്മവും സീത ഓർക്കുന്നുണ്ട്. അപ്പോൾ രാവണൻ തന്നെ ബലമായിട്ട് തൊട്ടതിനെ അവൾ സ്വന്തം ഇഷ്ടമായിട്ട് കാണുന്നില്ല. അപ്പോൾ താൻ അശക്തയായിരുന്ന സാഹചര്യത്തിൽ സംഭവിച്ച കാര്യമായിട്ടേ അവൾ അതിനെ കാണുന്നുള്ളൂ. എന്നാൽ സ്വമേധയാ മറ്റൊരു പുരുഷൻ്റെ ശരീരത്തിൽ കയറി യാത്ര ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്നും അവൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ്റെ മേൽ അവൾക്ക് യാതൊരു സംശയവുമില്ല, സീതാമാതാവിന് യാതൊരു സംശയവുമില്ല. ഹനുമാൻ്റെ സ്വഭാവത്തെക്കുറിച്ചല്ല സീതയുടെ സംശയം, തൻ്റെ ധർമ്മത്തെയും രാമൻ്റെ ദൗത്യത്തെയും കുറിച്ചോർത്താണ് സീതയുടെ വേവലാതി. അങ്ങനെ സീതയുടെ ഈ തീരുമാനം കേട്ടപ്പോൾ ഹനുമാനും ആ ഒരു നിലപാടിൻ്റെ ആഴം മനസ്സിലാക്കുകയാണ്. താൻ കാണിച്ച ശക്തി സീതയെ വിശ്വസിപ്പിക്കാനായി മാത്രമായിരുന്നു. ഇപ്പോൾ സീതയ്ക്ക് ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ അവൾക്ക് വേണ്ടത് രാമൻ്റെ വരവാണ്. അതുകൊണ്ട് ഹനുമാൻ സ്വാമി സീതയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. പിന്നീട് രാമന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അടയാളം നൽകണമെന്ന് ഹനുമാൻ സീതയോട് ആവശ്യപ്പെടുമ്പോഴാണ് ചൂടാമണി ഹനുമാനെ ഏൽപ്പിക്കുന്നത്. അതിനൊപ്പം രാമന് മാത്രം അറിയാവുന്ന ഒരു പഴയ സംഭവം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ചിത്രകൂടത്തിൽ നടന്ന ഒരു സംഭവം. ഈ ഒരു ഓർമ്മ രാമൻ്റെ മനസ്സിൽ സീതയെ ഉടൻ തന്നെ സീതയുടെ ഓർമ്മ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണർന്നു വരുമെന്ന് സീതയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമി ഈ ഒരു ചൂടാരത്നവും സന്ദേശവും എല്ലാം ഏറ്റുവാങ്ങാണ്. ഇവിടെ സീതയുടെ മനസ്സിലെ പ്രതീക്ഷയും ഭയവും ഒരുമിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് രാമൻ തന്നെ രക്ഷിക്കാൻ വരുമെന്നുള്ള വിശ്വാസം അവൾക്ക് എന്നും ഉണ്ടായിരുന്നു. അതേസമയം രാവണൻ നൽകിയ സമയപരിധിയും അവൾ ഓർമ്മിക്കുന്നുണ്ട്. അതായത് രാവണൻ നൽകിയ ഒരു വർഷത്തെ സമയത്തിൽ 10 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 മാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാമനോട് താമസിയാതെ വരണമെന്ന് അറിയിക്കണമെന്നുള്ളതായിരുന്നു ഹനുമാനോടുള്ള അവളുടെ അപേക്ഷ. അങ്ങനെ ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും പുറപ്പെടുകയാണ്. പക്ഷെ മടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണരുകയാണ്. അതായത് സീതയെ കണ്ടെത്തിയെന്ന വാർത്ത മാത്രം മതിയാവില്ലല്ലോ, രാവണൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയണ്ടേ, ലങ്കയുടെ സൈനിക ബലം മനസ്സിലാക്കണം. അതുമാത്രമല്ല രാമൻ്റെ ദൂതൻ എന്ന നിലയിൽ ഒരു സന്ദേശം നൽകി മടങ്ങുന്നതിന് മുൻപ് ശത്രുവിൻ്റെ ശക്തി പരിശോധിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത് അശോകവനമാണ്. അപ്പോൾ സീതയെ പാർപ്പിച്ചിരുന്ന ആ മനോഹരമായ ഉദ്യാനം ഹനുമാൻ തകർക്കാൻ തുടങ്ങുകയാണ്. മരങ്ങളെല്ലാം പിഴുതെറിഞ്ഞു കളഞ്ഞു, കുളങ്ങൾ നശിപ്പിക്കുകയും ഉദ്യാനത്തിൻ്റെ പല ഭാഗങ്ങളും തകർക്കുകയും ചെയ്തു. ഇത് വെറും കോപത്തിൽ ചെയ്തൊരു നശീകരണമൊന്നും അല്ലായിരുന്നു. രാവണൻ്റെ സൈന്യത്തെ പുറത്തേക്ക് വരുത്തണം, അവരുടെ ശക്തി മനസ്സിലാക്കണം. ഹനുമാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചൊരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെ അശോകവനം തകർന്നതോടെ രാക്ഷസ സേന ഹനുമാനെ നേരിടാൻ എത്തുകയാണ്. അപ്പോൾ ഓരോരുത്തരായി വരുന്ന സൈനികരെ ഹനുമാൻ പരാജയപ്പെടുത്താണ്. അങ്ങനെ കൂടുതൽ ശക്തരായ സൈനികരെത്തി പോരാട്ടം വളരെ ശക്തമാവുകയാണ്. ഒടുവിൽ രാവണൻ്റെ പുത്രനായ അക്ഷകുമാരനാണ് യുദ്ധത്തിനിറങ്ങുന്നത്. അക്ഷൻ ധീരനായ യോദ്ധാവായിരുന്നു. പക്ഷെ ഹനുമാന്റെ ശക്തിക്കും വേഗത്തിനും മുന്നിൽ അവനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം ഹനുമാൻ സ്വാമി അക്ഷകുമാരനെ വധിക്കുകയാണ്. ഇതോടെ രാവണന് മുന്നിൽ ഹനുമാൻ സാധാരണ ഒരു വാനരനല്ല എന്ന് വ്യക്തമാവുകയാണ്. ഒടുവിൽ രാവണൻ ഇന്ദ്രജിത്തിനെ അയക്കുന്നുണ്ട്. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇന്ദ്രജിത്ത് ഹനുമാനെ ബന്ധിക്കുന്നത്.
ഇവിടെ ഹനുമാൻ ആ ബന്ധത്തിൽ നിന്ന് ഉടൻ തന്നെ മോചിതനാകാൻ അദ്ദേഹത്തിന് കഴിയായിരുന്നു. പക്ഷേ രാവണനെ നേരിൽ കാണാനും ലങ്കയുടെ രാജ്യസഭയിലെത്തി രാമൻ്റെ സന്ദേശം നേരിട്ട് നൽകാനും വേണ്ടി അദ്ദേഹം ആ ബന്ധനം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹനുമാനെ രാവണൻ്റെ സഭയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ ആദ്യമായിട്ട് ഹനുമാനും രാവണനും നേരിട്ട് കണ്ടുമുട്ടുന്നു. രാവണൻ്റെ മുന്നിൽ നിന്ന് ഹനുമാൻ ഭയപ്പെട്ടില്ല. കാരണം തൻ്റെ പരിചയം അദ്ദേഹം മറച്ചു വെക്കുകയും ചെയ്തില്ല. താൻ രാമൻ്റെ ദൂതനാണെന്നും സീതയെ തിരികെ നൽകുന്നതാണ് രാവണന് ഏറ്റവും നല്ലതെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഹനുമാന്റെ വാക്കുകളിൽ ഭയമല്ല ഉണ്ടായിരുന്നത്, രാമൻ്റെ ശക്തിയിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. അങ്ങനെ ഹനുമാനെ കൊല്ലണമെന്ന് രാവണൻ തീരുമാനിച്ചപ്പോൾ വിഭീഷണൻ അതിനെ എതിർക്കുന്നുണ്ട്. വിഭീഷണൻ രാവണൻ്റെ സഹോദരനാണ്. ഒരു ദൂതനെ കൊല്ലുന്നത് ധർമ്മവിരുദ്ധാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊല്ലുന്നതിന് പകരം അപമാനിക്കാനായി ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ രാവണൻ ഉത്തരവിടാണ്. അങ്ങനെ രാക്ഷസന്മാർ വസ്ത്രങ്ങളും എണ്ണയും ഉപയോഗിച്ച് ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി നഗരത്തിലൂടെ അദ്ദേഹത്തെ നടത്താൻ തുടങ്ങി. പക്ഷെ ലങ്ക കരുതിയിരുന്നത് അവർ ഹനുമാനെ അപമാനിക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ ആ തീ തന്നെയാണ് ലങ്കയ്ക്ക് തിരിച്ചടിയായത്. അതായത് സീത ഹനുമാന്റെ വാലിൽ തീ കത്തിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ അഗ്നിദേവനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. സീതയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തീ ഹനുമാനെ പൊള്ളിച്ചില്ലെന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് തണുപ്പായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ ഭക്തിപൂർണമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നാണ്. സീതയുടെ പ്രാർത്ഥനയും ഹനുമാന്റെ ഭക്തിയും, അതുപോലെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് വരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിനെ അഗ്നി സ്പർശിക്കില്ലെന്ന്. അങ്ങനെ എല്ലാം ചേർന്ന് അദ്ദേഹത്തിന് തീപ്പൊള്ളൽ ഏറ്റതുമില്ല. അപ്പോഴാണ് ഹനുമാൻ തൻ്റെ ബന്ധനം മറികടന്ന് വീണ്ടും തൻ്റെ യഥാർത്ഥ ശക്തിയിലേക്ക് മടങ്ങുന്നത്. കത്തുന്ന വാലായിട്ട് അദ്ദേഹം ലങ്കയുടെ ഓരോ വീടുകളിൽ നിന്നും മറ്റ് വീടുകളിലേക്ക് മാറി മാറി ചാടി പോവുകയാണ്. അപ്പം രാവണൻ്റെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളും സൈനികരുടെ ഭവനങ്ങളും പല ഭാഗങ്ങളിലും ഹനുമാൻ സ്വാമി തീ പിടിപ്പിക്കുകയാണ്. എന്നാൽ വിഭീഷണൻ്റെ ഭവനം ഹനുമാൻ കത്തിക്കുന്നില്ല. അത് വാൽമീകി രാമായണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പം ലങ്കയുടെ വലിയൊരു ഭാഗവും അഗ്നിയിൽ മുങ്ങാണ്. ഇവിടെ ഹനുമാൻ ഒരു മഹായോദ്ധാവായിട്ട് മാത്രമല്ല, രാമൻ്റെ ദൂതനായി തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒരാളായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. സീതയെ കണ്ടെത്തി രാമൻ്റെ സന്ദേശം അവൾക്ക് നൽകി. അവളുടെ സന്ദേശവും ചൂടാമണിയും ഏറ്റുവാങ്ങി. രാവണൻ്റെ ശക്തി നേരിൽ കണ്ടു. ലങ്കയുടെ സൈനിക ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി. ഒടുവിൽ ശത്രുവിൻ്റെ നഗരത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോരുന്നത്. പക്ഷേ ലങ്ക കത്തിച്ചതിന് ശേഷം ഹനുമാന്റെ മനസ്സിൽ ഒരു നിമിഷം ഭയം ഉണ്ടായിരുന്നു. ഈ അഗ്നിയിൽ സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? താൻ ചെയ്തതിൻ്റെ ആവേശത്തിൽ സീതയുടെ സുരക്ഷ മറന്നുപോയോ എന്നൊക്കെ അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും അശോകവനത്തിലേക്ക് മടങ്ങി സീത സുരക്ഷിതയാണെന്നൊക്കെ ഉറപ്പുവരുത്തി. സീതയെ വീണ്ടും കണ്ട ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. ഇവിടെ ഹനുമാന്റെ ശക്തിക്ക് അതിരില്ലെങ്കിലും ആ ശക്തിയുടെ കേന്ദ്രം ആരാണ്? രാമനാണ്. അതായത് രാമനോടുള്ള ഭക്തിയാണ്. അതുകൊണ്ട് സീതയെ കണ്ടപ്പോൾ അദ്ദേഹം വിനയമുള്ള ദൂതനായത്. നേരെ മറിച്ച് ശത്രുവിനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിശക്തനായ യോദ്ധാവായി മാറി അദ്ദേഹം. ലങ്ക കത്തിച്ചപ്പോൾ രാമൻ്റെ ദൗത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഇനി സീതയ്ക്ക് അപകടമുണ്ടായോ എന്ന് സംശയിച്ചപ്പോൾ അതേ ഹനുമാൻ ഒരു ഭക്തനായ ഒരു സേവകനായ വ്യക്തിയായിട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത്. അങ്ങനെ സീതയെ കണ്ടെത്തിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഹനുമാൻ ലങ്കയിൽ നിന്നും മടങ്ങാനുള്ള ഒരുക്കം തുടങ്ങുകയാണ്. ഇനി രാമന് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. സീതയെ ഞാൻ കണ്ടു, ഈ സന്ദേശം നൽകാനാണ് അദ്ദേഹം തിരിച്ചു പുറപ്പെടുന്നത്. ഇവിടെ ഇദ്ദേഹം ലങ്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ട രാക്ഷസ സ്ത്രീ ആരാണ് എന്നുള്ളത് അടുത്ത ദിവസത്തെ ഇന്നത്തെ ചോദ്യമായിട്ട് കണക്കാക്കി ഉത്തരം അറിയാവുന്നവർ കമൻ്റായിട്ട് പറയൂ കേട്ടോ. വൈദേഹി പ്രിയ വൈകുണ്ഠരാമ ശ്രീരാമ ജയ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.